ഗ്ലോറി ഓഫ് ജീസസ് മിനിസ്ട്രീസ് നടത്തുന്ന അവർ ഓഫ് ഡെലിവറൻസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എബ്രായ ലേഖനം 2:18. താൻ തന്നെ, യേശു തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ആമേൻ. പരീക്ഷണം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ദൈവഭക്തിയായി നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ആമേൻ ഉപദ്രവങ്ങൾ ഉണ്ടാകും. 2 തിമോത്തിയസ് 3:12 പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഉപദ്രവങ്ങൾ നമുക്ക് വരുന്നത് നല്ലതാണ്. നമ്മളെ വിശ്വാസത്തിൽ ദൈവം സ്ഥിരപ്പെടുത്തും. നമുക്ക് സഹിഷ്ണുത അത് മുഖാന്തരം ഉണ്ടാകും. ആമേൻ. നാം കുറേ കൂടെ പ്രൈസ് ലോർഡ് അതിൽ നമുക്ക് സ്ട്രോങ് ആയി ആമേൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനിൽ നമുക്ക് സ്ട്രോങ് ആയി അഭിഷേകത്തിൻ്റെ അഭിവൃദ്ധിയിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആമേൻ ഓരോരോ ഘട്ടത്തിൽ നമ്മൾ അതിജീവിക്കുമ്പോൾ അതെക്കാട്ടിലും കഠിനമായ പരിശോധന അടുത്ത ലെവലിൽ നാം പോകും. ആ ലെവലിൽ പോയും അതിലിരുന്നും നമ്മൾ ജയമെടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പോകും. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പരിശോധനകളെ നമ്മൾ അതിജീവിക്കുവാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെ ദൈവം അതിനു വേണ്ടി തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് കഷ്ടതകളിൽ ഇരുന്ന് ജയമെടുക്കുവാൻ കഴിയും. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നു. ആ വചനം ജീവനും ചൈതന്യമുള്ള വചനം നമ്മുടെ ഉള്ളിൽ ആമേൻ അത് വെറുതെ ഇരിക്കത്തില്ല, അത് നമ്മളെ ജീവിപ്പിക്കും. നമുക്കൊരു ചൈതന്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ലോർഡ്. അങ്ങനെ യേശു കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ദൈവവചനത്തിൻ്റെ നിറവിലുമായിരുന്നു പിശാചിൻ്റെ പരിശോധനകളെ അതിജീവിച്ചു. പ്രൈസ് ലോർഡ്. യേശു കർത്താവ് മനുഷ്യരാൽ പരീക്ഷിക്കപ്പെട്ട് ആമേൻ പിശാചിനാൽ യേശു കർത്താവിന് പരിശോധന ഉണ്ടായിരുന്നു. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം പിന്നെയും വായിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത് അധ്യായം അതിൻ്റെ 1 തൊട്ട് 8 വചനങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് ഉള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. പ്രൈസ് ലോർഡ്. യേശു പറഞ്ഞ ഒരു ഉപമയാണ്. മടുത്തു പോകാതെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. തീർച്ചയായും നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ആമേൻ ആവശ്യമാണ്. പ്രാർത്ഥിക്കാതെ ഒരുത്തനക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ഹി വിൽ നോട്ട് ഹാവ് എനി ഫെലോഷിപ്പ് വിത്ത് ഗാഡ് ഇഫ് ഹി ഈസ് നോട്ട് പ്രേയിങ്. പ്രൈസ് ലോർഡ്. അവൻ ഒരു ശുശ്രൂഷകനായിരിക്കാം, ആമേൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കാം, ക്രിസ്തുവോടുള്ള ഒരു ബന്ധം, ഒരു കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്, ആമേൻ ഒരു ഫെലോഷിപ്പ് അവനക്ക് ആവശ്യമാണ്. സമയങ്ങളെ വേർതിരിച്ച് ദൈവ സന്നിധാനത്തിൽ അവൻ ആയിരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് അവനക്ക് തിരിച്ചറിയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു കർത്താവ് പറഞ്ഞ ഉപമ, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ ദൈവത്തെ പേടിയില്ലാതെ ഒരു അനീതിയുള്ള ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്നു, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ ആ ജഡ്ജ് ആമേൻ അവൻ ഒരു അനീതിയുള്ളവനായിരിക്കുന്നു. അവൻ ഒരു വിശുദ്ധനല്ല, ഒരു നീതിമാനുമല്ല. അവൻ്റെ അടുക്കലാണ് ഈ വിധവ കടന്നുപോയി ഒരു പ്രതിക്രിയയ്ക്ക് വേണ്ടി അവൻ ന്യായത്തിന് വേണ്ടി അവനോട് ചോദിക്കുന്നു. അവൻ കുറേ കാലത്തേക്ക് അവൻ മനസ്സില്ലാതിരുന്നു. അവൻ പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതിന് കൊണ്ട് ആമേൻ ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. എന്നാൽ ഇവൻ പറയുന്നത് എപ്പോഴും ചെന്ന് അവനെ ഇവൾ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ ശല്യമായിരിക്കുന്നല്ലോ, ഇവക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ മനുഷ്യനെ ഭയപ്പെടുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല, എങ്കിലും ഇവൾ വരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു ഡിസ്റ്റർബൻസ്, ആ എപ്പോഴും ട്രബിൾ ചെയ്യുന്നവളായിരിക്കുന്നത് കൊണ്ട് ആമേൻ അസഹ്യമാക്കുന്നത് കൊണ്ട് ആമേൻ ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. യേശു പറയുന്നത്, യേശു നീതിയുള്ള ന്യായാധിപതിയായിരിക്കുന്നു. എന്നാൽ അനീതിയുള്ളവൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അവൻ എന്താണ് പറയുന്നത്? ഇവൾ എന്നെ എപ്പോഴെപ്പോഴായിട്ട് വന്ന് ആമേൻ ഞാൻ ദൈവഭയവുമില്ല മനുഷ്യഭയവുമില്ല, ഇങ്ങനെ ഇരുന്നെങ്കിലും ഇവൾ എൻ്റെ അടുത്ത് വന്ന് ന്യായം വിചാരിക്കാനായിട്ട് ന്യായപരിപാലനം ചെയ്യുവാൻ എന്നെ വന്ന് എപ്പോഴും ട്രബിൾ ചെയ്യുന്നല്ലോ, എന്തെങ്കിലും ഇവക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിൽ കൊണ്ട് അവൻ ചിന്തിക്കുന്നു. പക്ഷേ നീതിയുള്ള ന്യായാധിപതിയായ യേശു നമ്മോട് പറയുന്നത്, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ പുത്രന്മാരുടെ കാര്യത്തിൽ പ്രൈസ് ലോർഡ്
തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണേ, നീതിയുള്ള ന്യായാധിപതിയാകിയ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ആമേൻ വൃദ്ധന്മാരുടെ കാര്യത്തിൽ, തൻ്റെ ഭക്തന്മാരുടെ വിശുദ്ധന്മാരുടെ കാര്യത്തിൽ, തൻ്റെ മക്കൾ വീണ്ടെടുത്ത മക്കളുടെ വിഷയത്തിൽ ആമേൻ നീതി കാണിക്കത്തില്ലയോ? രാപ്പകലായി അവർ പ്രാർത്ഥിക്കുന്നു. ആ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്നുള്ള ഒരു ഉറപ്പ് തരുന്നില്ലേ? എത്ര ഉപദ്രവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വരുന്നു, തലമുറകളിലൂടെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. കുടുംബ വ്യക്തികളിൽ, ഉപജീവന മേഖലകളിൽ, ജോലി സ്ഥലത്തിൽ, ആമേൻ ദേശത്തിൽ, സഭയിൽ, ആമേൻ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, പ്രൈസ് ദി ലോർഡ് പുറത്ത് പറയാൻ കഴിയാത്ത നിലകളിൽ, പ്രൈസ് ദി ലോർഡ് ലജ്ജകളും നിന്ദകളും അപമാനങ്ങളും, പ്രൈസ് ദി ലോർഡ് അന്യായമായിട്ട് നമ്മളെ ഒടുക്കുന്ന അവസ്ഥ, ഞെരുക്കുന്ന അവസ്ഥ, ശത്രു കൊണ്ടിടുന്ന പോരുകൾ, പ്രൈസ് ദി ലോർഡ് ഈ പല നിലകളിൽ ആമേൻ ദുഷ്ടൻ കയ്യിൽ ഈ ലോകം ഇരിക്കുമ്പോൾ, അവരുടെ ഇടയിൽ നമ്മൾ കിടക്കുമ്പോൾ, ആമേൻ പലപ്പോഴും നമുക്ക് ഉപദ്രവത്തിലൂടെ കൂടി കടന്നു പോകേണ്ടത് വരുമ്പോൾ യേശു പറയുന്നത്, രണ്ട് തലമുറയ്ക്ക് വേണ്ടി രാപ്പകലായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവം അനീതി ചെയ്യത്തില്ല, നീതി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഉറപ്പോട് അവൻ ഏത് വിഷയമായിക്കോട്ടെ, ദൈവം എനിക്ക് നീതി ചെയ്യും, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ മിണ്ടാതെ അമർന്നിരുന്ന ഞാൻ ദൈവം എന്ന് അറിയുക. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സൈലന്റ് ആയിരിക്കുമ്പോൾ ദൈവത്തിൽ ഇരുന്ന് നമുക്ക് ആ വിഷയത്തിൻ്റെ മീതുള്ള ആമേൻ ഫലം നമുക്ക് ലഭിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ അല്പം വൈകിപ്പോയെങ്കിലും ദൈവം ചെയ്യും. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രാപ്പകലായി ദൈവത്തെ വിളിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രാർത്ഥനാ ജീവിതം. ആമേൻ. ഗെത്സമൻ തോട്ടത്തിൽ യേശു പറയുന്നു, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിച്ചാൽ ആമേൻ പരിശോധനകളെ അതിജീവിക്കുവാൻ കഴിയും. ഞാൻ ചിന്തിക്കുന്നു, പത്രോസ് ആമേൻ അപ്പോൾ ഒരു ബാല്യക്കാരിയോട് യേശുവിനെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് തള്ളിപ്പറഞ്ഞത് അവൻ്റെ പ്രാർത്ഥന കുറവായിരിക്കും. എന്നാൽ അവനെ പിടിച്ച് ക്രൂസിലറിയെന്ന് പറഞ്ഞ് അവൻ തള്ളിപ്പറയുവാൻ ഭയത്തിൻ്റെ ആത്മാവിൽ അവൻ നിറയപ്പെട്ടു, ഭയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർക്ക് ഇവരെല്ലാം ഭയപ്പെട്ട് മുറിയടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ നടുവിൽ യേശു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നമ്മൾ ഭയത്തെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. ഭയപ്പെടരുത്. സിറ്റുവേഷൻ ഏത് നിലയിലും ആമേൻ നാറ്റമെടുത്ത സിറ്റുവേഷൻ ആയിരിക്കും. ആമേൻ ലാസറിന്റെ ജീവിതം ആമേൻ മരിച്ചുപോയി 4 നാളായി നാറ്റമെടുത്ത്, പ്രൈസ് ദി ലോർഡ്, ആ സിറ്റുവേഷനിലും യേശു കർത്താവിന് ആമേൻ അതിനെ ചലിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. ഒരു ചൈതന്യ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ ആമേൻ അതിനെ മെനഞ്ഞെടുക്കുവാൻ കഴിയും. കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുമ്പോൾ കുശവൻ ആഗ്രഹിക്കുന്ന പ്രകാരമായി ആ കളിമണ്ണ് മെനഞ്ഞെടുക്കും. പക്ഷേ കളിമൺ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത കളിമണ്ണായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. തന്റെ വിഷയത്തിൽ വേഗത്തിൽ ആമേൻ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ ആമേൻ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയതുകൊണ്ട് അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്ന് എത്ര ഉറപ്പ് നമുക്ക് തരുന്നു. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും പ്രതിക്രിയ നടന്നിട്ടില്ലെങ്കിൽ, ഒരു ആൻസർ നിങ്ങളുടെ പ്രയറിന് കിട്ടിയിട്ടില്ലെങ്കിൽ, ആമേൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആമേൻ ഈ 18 7 8 വചനങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറയുക പ്രാർത്ഥനയിൽ. ആമേൻ നീതിയുള്ള ന്യായാധിപതി ആമേൻ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് യേശു പറഞ്ഞതാണ്. വേഗത്തിൽ വേഗത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ ആമേൻ അതിവേഗത്തിൽ വിടുതലുണ്ടാകും. ആമേൻ നിങ്ങളുടെ കുടുംബത്തിൽ ആമേൻ മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകൾ ആമേൻ ഒരു ഡൈവേഴ്സിന് വേണ്ടി കുടുംബ ജീവിതത്തിൽ ആമേൻ പ്രശ്നങ്ങൾ കൊണ്ട് ആമേൻ വിവാഹമോചനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ, മാതാപിതാക്കൾ വളരെ ഒരു തീച്ചുളയുടെ അനുഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ വിശ്വസിക്കുക. ജീവിതത്തെ പിരിക്കുവാൻ വന്ന ദൈവമല്ല, ഒന്നിപ്പിക്കുവാൻ വന്ന ദൈവമാ. പിശാചാണ് കുടുംബ ജീവിതത്തെ പിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്താവ് തമ്മിൽ ഐക്യത കുറവ് വരുന്നു. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വീണ്ടും ജനിച്ചവരാ. വീണ്ടും ജനിച്ചവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത്? എന്തുകൊണ്ടാ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല? പരിശുദ്ധാത്മാവ് അവിടെ ഇല്ല, പ്രാർത്ഥന ഇല്ല, വചനത്തിന്റെ അറിവ് ഇല്ല. പിന്നെ എങ്ങനെ അവർ ക്രിസ്ത്യാനിയായി ജീവിക്കും?
ജീവിക്കുവാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ആമേൻ ഭാര്യ ഭർത്താവ് തമ്മിൽ ആമേൻ തമ്മിൽ സ്നേഹമുണ്ടാകണം. ആമേൻ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണം. ആമേൻ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ശത്രു കടന്നു വരുവാൻ അനുമതിക്കരുത്. സംശയം കടന്നു വരുവാൻ അനുമതിക്കരുത്. ദൈവസ്നേഹം വരുവാണെങ്കിൽ എല്ലാം മാറിപ്പോകും. The love of God should come in the family life. ആമേൻ. ഹസ്ബൻഡ് വൈഫ് തമ്മിൽ അകൽച്ചകൾ, പിരിവുകൾ, പിളവുകൾ, പ്രൈസ് ദി ലോർഡ്, ഒരു ഡിവിഷൻ വരുന്ന കുടുംബങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം ഉപദ്രവങ്ങളെയും ശത്രു കടത്തിവിടുന്നെങ്കിൽ ദൈവവചനത്തിന്റെ ആമേൻ അറിവില്ലായ്മ കൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ന് കുടുംബങ്ങളെല്ലാം കുടുംബ കോടതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ വരിക. അവൻ നീതിയുള്ള ന്യായാധിപതി, അനീതികളെ മാറ്റുന്നവനാണ്. ആമേൻ. താങ്കൾക്ക് ക്ഷമിക്കുവാനുള്ള കൃപ ദൈവം തരും, മറക്കുവാനുള്ള കൃപ ദൈവം തരും, സൗമ്യത ദൈവം തരും. ആമേൻ. ഒരു ഹംബിൾ നേച്ചർ നമ്മുടെ ജീവിതത്തിൽ തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. താഴുവാൻ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. സ്നേഹത്തിൽ ദൈവം നമ്മളെ മെനഞ്ഞെടുക്കുന്ന ദൈവമാ. ഈ സ്നേഹമായി ഇന്ന് കുടുംബത്തിൽ ആവശ്യം. ഇന്ന് കുടുംബങ്ങൾ, മാതാപിതാക്കൾ പിരിയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കുഞ്ഞുങ്ങളാണ് ഇന്ന് നീറിപ്പുകയുന്ന അവസ്ഥ. കുഞ്ഞുങ്ങളെ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. അത് പാപമാണ്. ആമേൻ. വിവാഹം കഴിഞ്ഞോ നിങ്ങൾ പിരിയുവാനല്ല നിങ്ങളെ ദൈവം ഒന്നിച്ച് ചേർക്കുന്നത്. ആമേൻ. ദൈവകൃപയിൽ വളരുവാനും ബലപ്പെട്ടു വരുവാനും ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനുമുള്ള കുടുംബങ്ങളായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. കുടുംബ കോടതിക്കല്ല ഓടേണ്ടത്. പിന്നെയോ യേശുവിൻ്റെ അടുക്കൽ വന്ന നിങ്ങളുടെ പ്രോബ്ലങ്ങളെ ആമേൻ പറയുമ്പോൾ വാസ്തവമായി യേശുവിന് അതിനെ നമുക്ക് മാറ്റിത്തരുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. വചനം പറയുന്നു, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവിൽ എത്ര പേർ ആ ഫെയ്ത്തിൽ നിൽക്കും? വിശ്വാസത്തിൽ എത്ര പേർ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഏത് പ്രതിസന്ധി വന്നാലും പ്രതിയോഗിയായ പിശാചിനെ ദൈവം തകർത്തിരിക്കുന്നത് കൊണ്ട്, ആ ദൈവം ജീവനുള്ള ദൈവം നമ്മുടെ ഉള്ളിലായിരിക്കുന്നത് കൊണ്ട് നമുക്കും പ്രൈസ് ദി ലോർഡ് ഉപദ്രവങ്ങളെ അതിജീവിക്കുവാൻ വാസ്തവമായി കഴിയും. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആമേൻ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആമേൻ പൊന്നുപോലെ ആമേൻ അവൻ പുടമിട്ട് എടുക്കുന്ന ദൈവമാ. 1 തെസ്സലോനിക്കർ 3:5 ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചു കൂടഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതാവായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ച്. ആമേൻ. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത് ആമേൻ ഉപദേശിച്ച് ആമേൻ ദൈവപാതയിൽ വഴി നടത്തി. എങ്കിലും അവരൊക്കെ വീണ്ടും ജനിച്ച് ആമേൻ എന്നാലും അവരുടെ വിശ്വാസം എങ്ങനെ ഉണ്ട്, അവർ മാറിപ്പോയോ എന്ന് അറിയുവാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ 1 തെസ്സലോനിക്കർ 3:2 വചനങ്ങൾ വായിക്കുമ്പോൾ, ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തീമോത്തേയുസിനെ അയച്ചു അവരെ വീണ്ടും അവർ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ഭയങ്കര ഉപദ്രവങ്ങൾ ആമേൻ പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യഹൂദന്മാർ വളരെ കഷ്ടത അവരുടെ ജീവിതത്തിൽ കൊടുത്തു. കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. പൗലോസിന് കഷ്ടതകൾ കടന്നു വന്നു. എന്നാൽ എല്ലാം അതിജീവിക്കുവാൻ ആമേൻ ദൈവം സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസ നിമിത്തം ഞങ്ങൾ ദൈവത്തെ ആമേൻ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രസംഗിക്കുന്നു. തെസ്സലോനിക്കർ ആമേൻ സഭയ്ക്ക് പൗലോസ് പറയുമ്പോൾ അവരുടെ വിശ്വാസം സഹിഷ്ണുതയെ കൊണ്ടുവരുന്നു. അവർ തൻ്റെ ജീവിതത്തിൽ ഉപദ്രവം വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഉപദ്രവം വരുമ്പോൾ അത് അതിജീവിക്കുവാൻ നല്ല വിശ്വാസം. ആ വിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോൾ പെട്ടെന്നല്ല വിടുതൽ നടക്കുന്നത്. സഹിഷ്ണുതയോട് നമ്മൾ കാത്തിരിക്കണം. ആമേൻ. സഭയിലുള്ളവരെല്ലാം വിശ്വാസത്തിലിരിക്കുന്നു, അതോ അതിലിരുന്ന് വിട്ടുമാറിപ്പോവോ പിശാച് വന്ന് അവരെ വിശ്വാസത്തിലിരുന്ന് മാറ്റിക്കളയാതിരിക്കുവാൻ തീമോത്തേയുസെ അവൻ അങ്ങ് അയച്ചു. ആമേൻ. ക്രിസ്തുവാൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ വീണ്ടുമായി പ്രബോധിക്കുവാൻ അവൻ അയച്ചതായി ദൈവത്തിൻ്റെ വചനം പറയുന്നു.
പ്രൈസ് ദി ലോർഡ്. വിവിധമായിട്ടുള്ള നിലകളിൽ വിശുദ്ധന്മാർ ആമേൻ പരിശോധിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതും അല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പാപത്തിൽ നാം വീഴ്ന്ന, മോഹം ഗർഭം ധരിച്ച് പാപത്തിൽ നാം വീഴ്ന്ന, ഏതെങ്കിലും തെറ്റുകൾ ആയിപ്പോകുമ്പോൾ നാം തന്നെ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. വി ഇൻവൈറ്റ് ട്രബിൾ ഫോർ അവർ സെൽസ്. ഭൂരിഭാഗം പേര് അവർ സ്വന്തമായി ആമേൻ പണത്തിന് വേണ്ടിയോ അല്ല വേറെ എന്തെങ്കിലും മോഹങ്ങളിലോ ആയി പ്രശ്നങ്ങളെ അവർ വരുത്തി വച്ചിട്ട് ദൈവം തന്നെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ദൈവം തിന്മ കൊണ്ട് നമ്മളെ ആമേൻ പരീക്ഷിക്കുന്ന ദൈവമല്ല. ആമേൻ അത് പിശാച് നമ്മളെ പാപത്തിലാക്കി പരിശോധനകളെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ആമേൻ നാം ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവമാണ് എനിക്ക് ഇങ്ങനെ തിന്മകൾ തന്നു നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അഗ്നിയുടെ തീച്ചുളയിൽ അനുഭവങ്ങളിലൂടെ കൂടെ പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ കടന്നുപോയി. എന്നാൽ അവിടെയൊക്കെയും അവർക്ക് പ്രൈസ് ദി ലോർഡ് നിലനിൽപ്പ് ഉണ്ടായത് അവരുടെ വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വിഷയത്തിൽ അവനെ കുറ്റം കണ്ടുപിടിക്കുവാനായി ദാനിയേൽ 6-ാം അധ്യായം 23, ദാനിയേൽ 3:17 ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ ഒരു പരിശോധന ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലെ സിംഹക്കുഴിയിൽ കൊണ്ട് രാജാവിനെ അവൻ നമസ്കരിക്കാത്ത പക്ഷത്തിൽ എന്നാൽ അവിടെയും ആമേൻ യേശു കർത്താവ് അവിടെ ഇറങ്ങി വന്നു. സിംഹങ്ങൾ അവനെ വായ അവിടെ കെട്ടുവാനിടയായി. സിംഹങ്ങൾ അവനെ തൊടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ വിശുദ്ധിയിൽ നിൽക്കുന്നു, അവൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ബിംബാരാധന ചെയ്യത്തില്ല എന്ന് അവൻ തീർമാനമെടുത്ത് അവൻ ബിംബത്തെ സേവിക്കാതെ ആമേൻ രാജാവെ സേവിക്കാതെ മനുഷ്യരെ നമസ്കരിക്കാതെ പ്രൈസ് ദി ലോർഡ് അവൻ എപ്പോഴും യഹോവയായ ദൈവത്തെ 3 സമയം അവൻ ആരാധിച്ചു കൊണ്ടിരുന്നവൻ്റെ ആ ഭക്തൻ്റെ ജീവിതത്തിൽ ഒരു തീച്ചുളയുടെ അനുഭവം അവൻ കടന്നു വന്നു എങ്കിൽ അവിടെ ദൈവം ഇറങ്ങി വന്ന് അവനെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ അതുകൊണ്ട് രാജാവിന് മനസ്സിലായി അവൻ സേവിക്കുന്ന ദൈവമാണ് ആമേൻ വാസ്തവത്തിൽ ദൈവമായിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. അവനെ തീയിൽ കൊണ്ട് ഇടാൻ പോയവരെല്ലാം ആ തീയുടെ ചൂടുകൊണ്ട് അവർ വെന്ത് അവർ മരിച്ചു പോകുവാനിടയായി. പക്ഷേ സാദ്രാഖ്, മേശാഖ്, ആബേദ് നെഗോ എന്ന 3 യഹൂദ പുരുഷരും ആമേൻ ഇതുപോലെ തന്നെ അവർ യഹോവയിൽ ആരാധനയിൽ നിന്ന് പിന്മാറി പോകുവാൻ പറഞ്ഞപ്പോൾ അവർ ഒരിക്കലും അത് ചെയ്യാതെ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ച തീരുമാനത്തിൽ ഇരുന്നവർ ആമേൻ തീച്ചുളയിൽ കൊണ്ട് അവരെ ഇടാൻ പോയപ്പോൾ അവിടെ പ്രൈസ് ദി ലോർഡ് ഈ 3 പുരുഷരുടെ നടുവിൽ 4-ാമത്തനായി ദൈവപുത്രൻ അവിടെ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. പരിശോധനയുടെ മധ്യത്തിൽ ആമേൻ അതിജീവിക്കുവാൻ യേശു കർത്താവ് നമുക്ക് മതിയായിരിക്കുന്നു. ആ ഏത് പ്രതിസന്ധിയിലും യേശു ഇറങ്ങി വരും നമുക്ക് വേണ്ടി. ആമേൻ മാലാക്കൾമാരെ ഇറക്കി അവൻ വിടുവിക്കുന്ന ദൈവമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു നീതിമാനുക്ക് വരുന്ന ഉപദ്രവങ്ങൾ ആമേൻ അധികമായിരിക്കും, അവ എല്ലാവற்றிലും ഇരുന്ന് ദൈവം അവനെ വിടുവിക്കും. തന്നെ ഭയപ്പെടുന്നവനുക്ക് തൻ്റെ ദൂതന്മാരെ പാളയം ഇറക്കി വിടുവിക്കുന്ന ദൈവമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഉറച്ച വിശ്വാസ ജീവിതത്തിൽ ആമേൻ ഒരു പൊന്ന് തീയിലൂടെ കൂടെ ഇടുമ്പോൾ ആമേൻ അത് പൊന്നായിട്ട് തന്നെ വരും. ശോധനകൾ വരുമ്പോൾ ആമേൻ ഞാൻ അതിനെ ജയമെടുക്കുന്ന ധൈര്യത്തോട് നമ്മൾ പറയേണ്ടവരായി ഇരിക്കണം നമ്മുടെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവനക്ക് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ആമേൻ ദൈവത്തെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ കുറവ് വരുത്താതെ ദൈവവചനങ്ങളെ നമ്മൾ പറഞ്ഞ് ആമേൻ ദൈവവചനത്താൽ വിടുതൽ പ്രാപിച്ച് പരിശോധനകളെ അതിജീവിക്കുവാൻ ഈ നാളുകളിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. ഓരോ ദിവസവും അത് രാവിലെ നാം എഴുക്കുമ്പോൾ ഒരു ടംബ്ലർ കോഫിയോ ടീയോ നമ്മൾ കുടിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് കുടിക്കുമ്പോഴേ നമുക്ക് ഉന്മേഷം വരും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ എളിച്ചതും ദൈവത്തിൻ്റെ ആ വചനം ആത്മാവായിരിക്കുന്ന വചനം എടുത്ത് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിരിക്കുന്ന വചനത്തെ നാം ഭക്ഷിക്കുവാൻ പഠിക്കണം.
പ്രൈസ് ദി ലോർഡ്. അതുപോലെ കുടുംബമായി പ്രാർത്ഥന, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പറഞ്ഞുകൊടുത്ത് അവർ പ്രാർത്ഥിച്ച് നമ്മൾ അവരെ സ്കൂളിൽ വിടണം. എക്സാമിനേഷൻ വരുമ്പോൾ മാത്രമല്ല കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഓരോരോ ദിവസവും അവർ പ്രാർത്ഥിക്കണം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായി കൈകോർത്ത് ഐക്യതയോട് പ്രാർത്ഥിക്കണം. ഇന്ന് പല കുടുംബങ്ങളിലും പ്രാർത്ഥനാ ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഐക്യതയാണ് പിശാച് ആദ്യം ഉടയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒറ്റക്കെട്ടായി നിൽക്കുവാണെങ്കിൽ വലിയ വിജയമാണ്. അത് ഇല്ലാതെ കുടുംബങ്ങളിൽ ആക്കിക്കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്നുകൂടി, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഫാദർ, മദർ, ചിൽഡ്രൻ എല്ലാവരും ഒന്നുകൂടി നിങ്ങളുടെ വിഷയങ്ങൾ വെച്ച് ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥന ജീവിതത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ തന്നെ കുഞ്ഞു പ്രായത്തിലെ അതിനെ ഉരുവാക്കി അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളുടെ ഒരു ചുമതലയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അവരവരുടെ കപ്പാസിറ്റി, കഴിവ് അനുസരിച്ച് പരിശോധനകൾ ഉണ്ട്. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ച വചനം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 10:13 പറഞ്ഞത്, മനുഷ്യർക്ക് നടപ്പല്ലാതെ പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമുക്ക് താങ്ങുവാനുള്ളത്, സഹിക്കുവാനുള്ളത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരും. നിങ്ങൾക്ക് കഴിയുന്നത് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നമുക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. നമുക്ക് താങ്ങുവാൻ തക്ക നിലകളിലാണ് നാം പരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അതിലിരുന്ന് പോക്ക് വഴിയും ദൈവം നമുക്ക് ഉണ്ടാക്കി തരും എന്നുള്ളത് ദൈവവചനത്തിലിരുന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. ഏത് നിലകളിൽ നമുക്ക് ഉപദ്രവങ്ങൾ വന്നാലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ സംഹരിക്കുവാണെങ്കിൽ അതിലിരുന്ന് നമുക്ക് വലിയ വിടുതൽ ഉണ്ടാകും. മലാക്കി 3:3 പറയുന്നു, അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിച്ച് അങ്ങനെ അവൻ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പരിശോധനകൾ വരുമ്പോൾ ഒരു ശുദ്ധീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ശകരിയ 13:9 പറയുന്നത്, മൂന്നിൽ ഒരു അംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും. ഉപദ്രവം വരുമ്പോൾ ദൈവം നമ്മളെ വെറുതെ വിടത്തില്ല, മിണ്ടാതിരിക്കത്തില്ല. മൂന്നിൽ ഒരു അംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും. പൊന്ത് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവരെൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുക ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവമെന്ന് അവർ പറയും. ദൈവം അന്ന് പരിശോധനയിലെ ഉപദ്രവത്തിൽ നാം ജയമെടുക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. ഇവരാണ് എൻ്റെ ജനം, വിശ്വാസത്തിൽ നിൽക്കുന്നു, ഇവരാണ് പരിപൂർണമായി എന്നെ തള്ളിപ്പറയാതെ പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിൽ ഇരുന്ന് മാറിപ്പോകാതെ ക്രൂസിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ആ വില മനസ്സിലാക്കിയവർ. യേശു നമ്മളെ കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നുണ്ട്. യോബ് 23:10, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഏത് നിലയിലും ഞാൻ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 1:25 പറയുന്നു, ഞാൻ എൻ്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കി കളയും, നിന്റെ വെള്ളിയും ഒക്കെയും നീക്കി കളയും ചെയ്യും. നമ്മളെ അവൻ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഉപദ്രവങ്ങളിലൂടെ നാം ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്നു. യെശയ്യാ 48:10 പറയുന്നു, ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ലതാനും നിന്റെ കഷ്ടതയുടെ ചുളയിലാകുന്നു ശോധന കഴിച്ചത്. കഷ്ടതയുടെ ചുളയില്ല നമ്മളെ ശോധിച്ചെടുക്കുന്ന, അതിലാണ് നമ്മൾ പൊന്നുപോലെ വരേണ്ടത്. ഒരു ഉപദ്രവവും ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് യേശുവിൻ്റെ മക്കളാണ് തെളിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൂടെ പിശാച് വന്ന് പല നിലകളിലെ പരിശോധനകൾ നമ്മളെ കൊണ്ടിട്ട് അത് നമുക്ക് നല്ലതാണ്, നമ്മൾ കൊള്ളാമായി തീരുന്നപ്പോൾ ജീവക്രീഡത്തിന് നമ്മൾ പത്രമുള്ളവരായി പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വരവിൽ പുകഴ്ചയ്ക്കും മാനത്തിനുമായി ദൈവം നമ്മളെ തേജസ്കരിച്ച് ജീവക്രീഡം നമുക്ക് തരുന്നു. ഈ ലോകത്തിൻ്റെ കഷ്ടതകൾ ഉണ്ട്, അത് ദൈവമക്കൾക്ക് ധാരാളമായി അതിജീവിക്കുവാൻ കഴിയുന്ന വചനം നമ്മളെ ഉറപ്പിക്കുന്നു. അങ്ങനെ തീയിൽ ഊതി കഴിച്ചതുപോലെ വരുമ്പോൾ ദൈവം പറയുന്നത്, ഇവരെൻ്റെ ജനം. നാം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഓരോരു പ്രതിസന്ധിയിലും ഓരോരു ഉപദ്രവഘട്ടത്തിലും ദൈവനാമം നമ്മിലൂടെ കൂടി മഹത്വപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റവരതെ കാണുമ്പോൾ യേശുവിൻ്റെ കുടുംബമായതുകൊണ്ടാണ് ഇവർക്ക് വിടുതൽ കിട്ടി. നമ്മുടെ ദൈവം നീതിയുള്ള
നല്ല ന്യായാധിപതിയായിരിക്കുന്നു. അനീതി ചെയ്യാത്ത ദൈവമാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഉപദ്രവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദാനിയേൽ ജീവിതത്തിൽ കടന്നു വന്ന പരിശോധനയെ വിശ്വാസത്താലും പ്രാർത്ഥനയാലും അതിജീവിക്കുവാൻ സഹായിച്ചു. യഹൂദ പുരുഷന്മാർ സാദ്രാഖ്, മേശാഖ്, ആബേദ് നേഗോ, കർത്താവേ, ഉപദ്രവങ്ങൾ കടന്നു വന്നു ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ, നമസ്കരിക്കാതിരിക്കുവാൻ, ആമേൻ, തീച്ചുളയിൽ വാസ്തവമായി ഇടപെട്ടപ്പോഴും ദൈവത്തെ തള്ളി പറയാതെ നിന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. എന്നും ദൈവമക്കളായി ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ കർത്താവെ ഓരോരുത്തരെയും ബലപ്പെടുത്തണേ. വിശ്വാസം കർത്താവെ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് കുടുംബങ്ങളെ പണിയണം. ഓരോരു കുടുംബത്തെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ദൈവസാന്നിധ്യം ആ കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. അവരെ ആശ്വാസിപ്പിക്കണേ, ധൈര്യം കൊടുക്കണേ. രാപ്പകലായി വിളിക്കുന്നവൻ്റെ വിഷയത്തിൽ ദീർഘക്ഷമ ഉള്ളവനായി ഇരുന്ന് വിടുവിക്കുന്ന ദൈവമാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതേ നീതിയുള്ള ദൈവം, അനീതി ചെയ്യാതെ ദൈവം. കർത്താവ് കൊടുക്കുന്ന വിടുതലുകൾക്കായി സ്തോത്രം. രോഗത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. മനഭാരങ്ങൾ, പ്രയാസങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Mount Zion Full Gospel Church, Observatory Lane, opposite Museum Police Station Road, Trivandrum. Please contact for your prayers. For 24-hour prayer support, mobile 094471795448, 094470915448. Email gloryofjesus@vsnl.net.